അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ പേപ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ ധാരാളം വാക്കുകൾ തന്നിട്ടുണ്ട്. താഴത്തെ വരിയുമായി വിട്ട ഭാഗത്തിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തത് ഖുഫയുടെ മേൽ ഭാഗം അല്പം തടവലാണ് നിർബന്ധം. 2 ഖുഫയുടെ മേൽ ഭാഗവും അടിഭാഗവും വരവരയായി തടവൽ സുന്നത്ത്. 3 അവയവവണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം പുരുഷന്മാർക്ക് ബ്രാക്കറ്റിൽ കാണാം ഉത്തമമല്ല. 4 അവയവവണ്ണം കാണിക്കുന്ന ഇറുകിയ വസ്ത്രം സ്ത്രീകൾക്ക് കറാഹത്താണ്. കറാഹത്ത് എന്ന് ബ്രാക്കറ്റിൽ കാണാം. 5 വസ്ത്രങ്ങളിൽ വെള്ളയാകുന്നു ബ്രാക്കറ്റിൽ അഫ്ളൽ എന്ന് കാണാം. 6 പുരുഷന്മാർ നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ. നരച്ച മുടിക്ക് കറുപ്പ് കളർ കൊടുക്കൽ ഹറാമാണ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. 1 പുരുഷന് വെള്ളി മോതിരം ധരിക്കേണ്ടത് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. പുരുഷന് വെള്ളി മോതിരം ധരിക്കേണ്ടത് ചെറുവിരലിലാണ്. 2 ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 3 എല്ലാ സമയത്തും ഖുഫ് ധരിക്കലായിരുന്നു അറബികളുടെ ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. എല്ലാ സമയത്തും ഖുഫ് ധരിക്കലായിരുന്നു അറബികളുടെ പതിവ്. 4 നിസ്കാരത്തിൽ പുരുഷന് മുട്ടുപൊക്കിളിന് ഇടയിലാണ് ഡാഷ്. നിസ്കാരത്തിൽ പുരുഷന് മുട്ടുപൊക്കിളിൻ്റെ ഇടയിലാണ് ഔറത്ത്. 5 ഖിബ്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഡാഷ്. പൂരിപ്പിക്കാം. ഖിബ്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. ഓരോന്നിനും 2 വീതം ഉദാഹരണം എഴുതാം. 1 പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യങ്ങൾ. 3 ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്. അവയിൽ നിന്നും 2 എഴുതുക. 1 ഖുഫ് ധരിക്കൽ. 2 തയമ്മും ചെയ്യൽ. ഇനി 2 നിസ്കാരം നിർവഹിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ. അവയിൽ നിന്നും 2 എഴുതാം. 1 ഹൈള്. 2 നിഫാസ്. 3 ഖുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ. അപ്പോൾ ഖുഫ് എന്നാൽ എന്താണ്, ആ ചോദ്യം ഉണ്ടാകും. ഖുഫ് എന്നാൽ എന്ത്, അതുപോലെ തന്നെ ഖുഫയുടെ ഷർത്തുകൾ, ഖുഫ് ധരിക്കാനുള്ള ഷർത്തുകൾ അത് ചോദിക്കും. അപ്പം അതിൽ നിന്നും 2 എഴുതാനാണ്. 1 ഖുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ. 2 ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ. അതുപോലെ തന്നെ ഖുഫ് നാട്ടുകാരൻ എത്ര ദിവസമാണ്, യാത്രക്കാരൻ എത്ര ദിവസമാണ്, അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് അത് ചിലപ്പോൾ പൂരിപ്പിക്കാനോ എഴുതാനോ വരും. അതല്ലെങ്കിൽ അർത്ഥം എഴുതാൻ വരും. അത് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ആ പാഠഭാഗത്തിൽ ഖുഫ് തടവുന്ന ചെറിയ രൂപം എങ്ങനെയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പഠിക്കുക. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1 ചോദ്യം ഏത് വസ്തു കൊണ്ടാണ് ഔറത്ത് മറക്കേണ്ടത്? ഉത്തരം തൊലിയുടെ നിറം കാണാത്ത വസ്തു കൊണ്ടാണ് മറക്കേണ്ടത്. തൊലിയുടെ നിറം കാണാത്ത വസ്ത്രം കൊണ്ടായിരിക്കണം മറക്കേണ്ടത്.
2. സ്ത്രീകൾ ശരീരം മുഴുവനും മറയ്ക്കേണ്ടത് ആരുടെ അടുക്കലാണ്? സ്ത്രീക്ക് ശരീരം മുഴുവനും മറയ്ക്കേണ്ടത് ആരുടെ അടുക്കലാണ്? ഉത്തരം: സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ അടുക്കൽ വെച്ച് ശരീരം മുഴുവനും മറക്കണം. 3. വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ എപ്പോൾ? എപ്പോഴാണ് വില കൂടിയ വസ്ത്രം ധരിക്കൽ അഫ്ളൽ? ഉത്തരം: പെരുന്നാൾ ദിനം, പെരുന്നാൾ ദിവസത്തിലാണ് അഫ്ളൽ. പെരുന്നാൾ ദിവസത്തിൽ വില കൂടിയ വസ്ത്രം ധരിക്കലാണ് അഫ്ളൽ. ഇനി 4. നിസ്കാര സമയമായാൽ എന്തു ചെയ്യണം? ളുഹറിന് ബാങ്ക് കൊടുത്താൽ നിസ്കാര സമയം ആയിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം: സമയമായാൽ ഉടനെ നിസ്കരിക്കുകയോ സമയം കഴിയും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് കരുതുകയോ ചെയ്യണം. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. നിസ്കാരത്തിൽ ഖിബിലക്ക് മുന്നിടേണ്ടവർ. 1. നെഞ്ചുകൊണ്ട്. ആരൊക്കെയാണ് നെഞ്ചുകൊണ്ട് ഖിബിലയിലേക്ക് മുന്നിടേണ്ടവർ? ഉത്തരം: നിൽക്കുന്നവരും ഇരിക്കുന്നവരും. അത് അവിട്ട ഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കുക. 2. നെഞ്ചും മുഖവും കൊണ്ട്. ആർക്കാണ് നെഞ്ചും മുഖവും കൊണ്ട് നിസ്കരിക്കേണ്ടത്? ഉത്തരം: ചെരിഞ്ഞു കിടക്കുന്നവർ. 3. മുഖവും ഉള്ളൻ കാലും കൊണ്ട്. അത് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർക്കാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം. ഇൽബസു ഡാഷ് അൽ ബയാല ഫ ഇന്നഹ ഡാഷ് മൗത്താക്കും. നിർബന്ധമായിട്ടും കാണാതെ പഠിക്കുക. ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാല ഫ ഇന്നഹ മിൻ ഖൈരി സിയാബിക്കും വ കഫിനു ഫിയഹ മൗത്താക്കും. ഇതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക, നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.